Hi everyone, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയാനായിട്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ഈ ഒരു സീസണിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് പറയാം. ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലെ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസസോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഡിവൈസസും ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നിരവധി ഓപ്ഷൻസ് ഉണ്ട്, നിരവധി ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഇതിലാദ്യത്തെ ടൈപ്പാണ് SEO എന്ന് പറയുന്നത്. SEO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. ഗൂഗിൾ, യാഹൂ, ബിങ് ഒക്കെ പോലെയുള്ള സെർച്ച് എൻജിൻസിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ എല്ലാ കണ്ടൻറ്റും ഒപ്റ്റിമൈസ് അതിനെയാണ് നമ്മൾ SEO എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും. സെർച്ച് എൻജിനിൽ ഒരാൾ നമ്മുടെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുള്ള കണ്ടൻറ്റിൻ്റെ എന്തെങ്കിലും ഭാഗം സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേജ് കൂടെ റിസൾട്ട്സിൽ പബ്ലിഷ് ആവുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സെർച്ച് എൻജിൻ റിസൾട്ട് പേജസിൽ നമുക്ക് റാങ്കിങ് കിട്ടാൻ അല്ലെങ്കിൽ വിസിബിലിറ്റി കിട്ടാനായിട്ടാണ് നമ്മൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പല ടെക്നിക്സും നമുക്ക് ഉപയോഗിക്കാം. കീവേഡ് റിസർച്ച് ചെയ്തിട്ട് ഏത് ടൈപ്പിലുള്ള കീവേഡുകൾക്കാണ് ആളുകൾ സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് വെബ്സൈറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം, ലിങ്ക് ബിൽഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർച്ച് എൻജിൻസിൽ കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ കണ്ടു. ഇനി സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആണ് രണ്ടാമത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്? നമുക്ക് പെയ്ഡ് ആഡ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സെർച്ച് എൻജിൻ റിസൾട്ട് പേജുകളിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ SEM അല്ലെങ്കിൽ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആഡ്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ആളുകൾ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ വേണ്ടി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസൾട്ട്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൂടി റിസൾട്ട് പേജിൽ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ മുകളിൽ നമുക്ക് കാണാം സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് വെബ്സൈറ്റിന് വിസിബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ട് SEM അല്ലെങ്കിൽ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതികൾ എന്ന് പറയുന്നത് PPC അഡ്വർടൈസിങ് ചെയ്യും, പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ്. അങ്ങനെ ആകുമ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അഡ്വർടൈസേഴ്സ് ഉണ്ടാകും. അതായത് നിങ്ങളുടെ സെയിം പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഓഫർ ചെയ്യുന്ന നിരവധി കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരിൽ ആരാണോ ഒരു കീവേഡിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബിഡ് കൊടുക്കുന്നത്, ലേലം വിളിക്കുന്ന പോലെയാണ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഗൂഗിളിന് ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് ആ ഒരു സ്പേസ് കിട്ടുക. അവരുടെ ആഡായിരിക്കും ആളുകൾക്ക് ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ നമ്മളിതുപോലെ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് വഴി ഒരു ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് 20,000 പേര് കണ്ടു എന്ന് വിചാരിക്കുക. 20,000 പേര് കണ്ടു കഴിഞ്ഞാലൊന്നും നമുക്ക് അത്ര ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരില്ല. 20,000 പേര് കണ്ടു എന്നുള്ളതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരില്ല. എത്ര പേര് അതിനകത്ത് ക്ലിക്ക് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്തതിൻ്റെ മുകളിലാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. നിങ്ങൾ എത്രയാണോ ബിഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുകയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതാണ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, പിൻട്രസ്റ്റ്, യൂട്യൂബ് ഒക്കെ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ട്, അതായത് പേയ്മെൻ്റ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് കണ്ടൻറ് ക്രിയേഷനിലൂടെ മാത്രം ട്രാഫിക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സ്പോൺസേർഡ് ആഡ്സ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റൊക്കെ ചെയ്യുമല്ലോ ഫേസ്ബുക്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആഡ്സ് ചെയ്യുമല്ലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും എല്ലാം നമുക്ക് സ്പോൺസേർഡ് ആഡ്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പെയ്ഡ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഓഡിയൻസിനെ എൻഗേജ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൊണ്ടുവരാം. അപ്പോൾ ഇതും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു തലമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. എങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ മുകളിൽ നമ്മൾ വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. കണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഇത് ജസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും വെബ്സൈറ്റ്സിലും എല്ലാം കൊടുക്കാനുള്ള കണ്ടന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി, അതായത് വാല്യുബിൾ ആയിട്ടുള്ള, ആളുകൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള, റിലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്
ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം. നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് വേണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്ലോഗ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആയിട്ടോ വീഡിയോസ് വേണമെങ്കിൽ കണ്ടൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇൻഫോഗ്രാഫിക്സ്, പോഡ്കാസ്റ്റ്, ഇങ്ങനെ എന്ത് ടൈപ്പിലുള്ള കണ്ടൻറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് എല്ലാ ബിസിനസ്സുകൾക്കും സ്യൂട്ട് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങളുടെ ബിസിനസ്സിന് ആപ്റ്റ് ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഇമെയിൽ ഐ ഡികളിലേക്ക് നിങ്ങൾക്ക് ഒരു പ്രൊമോഷണൽ മെസ്സേജസ് അയക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ മെസ്സേജസ്, അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള പ്രൊമോഷണൽ ഇമെയിലുകൾ, ന്യൂസ് ലെറ്റേഴ്സ്, പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റ്സ്, അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയക്കാം. അപ്പോൾ ഈ എഫക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് പുതിയ ലീഡുകൾ ഉണ്ടാക്കാനും സെയിൽസായിട്ട് കൺവേർട്ട് ആവാനും കസ്റ്റമർ ലോയൽറ്റി ബിൽഡ് ചെയ്യാനൊക്കെ നിങ്ങളെ സഹായിക്കും. അടുത്ത ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇതെന്താണെന്നുള്ളതും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെപ്പറേറ്റ് വീഡിയോസ് കാണാം. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ആളുകളെ നമ്മളുടെ ബ്രാൻഡിൻ്റെ സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുള്ള ഓഡിയൻസ് ഉള്ള ഇൻഫ്ലുവൻസർ ആണെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സും സർവീസസും പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു ഓഡിയൻസിലേക്ക് പെട്ടെന്ന് എത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിന് ഒരു ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും എല്ലാം കൊണ്ടുവരാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് എഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എഫിലിയേറ്റ് മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു തലമാണ്. എഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട് ഞാൻ എൻ്റെ വെബ്സൈറ്റ് വഴി വിൽക്കുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റിലൂടെ എൻ്റെ കോഴ്സസ് ഞാൻ എഫിലിയേറ്റ്സിന് ഒരു ലിങ്ക് ഉണ്ടാക്കാനായിട്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലിങ്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഡിവിജ്വലോ ആവാം, ആ ആൾ അത് അയാളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റ് ഓഡിയൻസിലൂടെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടായ സെയിൽസിൻ്റെ മേ ബി ഒരു 10% അല്ലെങ്കിൽ ഞാൻ ഇത്ര ഒരു % അവർക്ക് റെഫറൽ ഫീ പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ അഫിലിയേറ്റ് ലിങ്ക്സ് ഉപയോഗിച്ചുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. എനിക്കാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സും ഉണ്ടാവും. അപ്പോൾ ഇതാണ്. അടുത്തതാണ് ഡിസ്പ്ലേ അഡ്വർടൈസിങ്. ഡിസ്പ്ലേ അഡ്വർടൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം വെബ്സൈറ്റിൻ്റെ ഒക്കെ മുകളിൽ ബാനറായിട്ട് ആഡ്സ് റൺ ചെയ്തിരുന്നുണ്ടാവും. അതുപോലെ ആപ്പുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ആപ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആഡ്സ് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഡ്സ് ചെയ്യുന്നതിനെയും പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ ആഡ്സ് ചെയ്യുന്നതിനെയാണ് ഡിസ്പ്ലേ അഡ്വർടൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെമോഗ്രാഫിക്സ് അനുസരിച്ചിട്ടോ യൂസറിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ബിഹേവിയർ അനുസരിച്ചിട്ടൊക്കെ ആഡ്സ് ചെയ്യാവുന്നതാണ്.